പുള്ളിയുടെ കമ്പാരിസൺ തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ. മറ്റൊരാളുടെ പഠനം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ എപ്പോഴും പറയും അവൻ്റെ അച്ഛന് 3 മക്കളാണ്. പുള്ളിയുടെ എൽഡർ സൺ അവൻ്റെ ചേട്ടൻ, പുള്ളിയുടെ യങ്ങർ സൺ ഇവൻ, ആൻഡ് പുള്ളിയുടെ കമ്പാരിസൺ തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ. ഈ പയ്യനായിട്ടാണ് ഇവൻ എപ്പോഴും കമ്പയർ ചെയ്യുക. അപ്പം നമ്മുടെ പാരൻസ് എല്ലാവരും സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് തൊട്ടടുത്ത വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിക്കുന്ന ആളായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുക. ആൻഡ് ഈ കമ്പയർ നമ്മളെ പാരൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സൈക്കോളജിക്കലി നമ്മുടെ ഉള്ളിലും നമ്മൾ വേറെ സ്റ്റുഡൻസിനായിട്ട് നമ്മളെ കമ്പയർ ചെയ്തു പോകും അറിയാണ്ട് തന്നെ. ആൻഡ് ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും കുറേ നേരം പഠിച്ചതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് നീറ്റ് കിട്ടിയേക്കാം, അല്ലെങ്കിൽ മറ്റവൻ കുറച്ച് നേരം പഠിച്ചിട്ട് അവനക്ക് കുറേ മാർക്ക് കിട്ടുന്നുണ്ടല്ലോ. നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവും എന്ത് ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ. സോ ഈ കൺഫ്യൂഷൻ എല്ലാം ഒഴിവാക്കാൻ പറ്റും. കാരണം ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻസ് ആർ ഹാവിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊട്ടൻഷ്യൽ. ഈ പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ നമുക്കത് ഒറ്റയ്ക്ക് മനസ്സിലാക്കാൻ പറ്റിയേക്കാം, ചിലപ്പോൾ നമുക്കത് പറ്റില്ല എന്ന് വരാം. ഇതുകൊണ്ടാണ് ഡോപ്പ ഹാൻഡ് പിക്ക് ചെയ്തുകൊണ്ട് ഈ നീറ്റ് എക്സാം എഴുതി സക്സസ്ഫുൾ ആയിട്ടുള്ള മെൻറ്റേഴ്സിനെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ മെൻറ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കറക്റ്റ് മെൻറ്റർഷിപ്പ് തരിക. ആൻഡ് ഇവർ നിങ്ങൾക്ക് കറക്റ്റ് സ്റ്റഡി സ്ട്രാറ്റജി പ്രൊവൈഡ് ചെയ്യും. ഇവർ പറഞ്ഞു തരും നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നും നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്നും. ഇവർ പറയുന്ന അതേ സ്റ്റഡി സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആവാൻ പറ്റും. ആൻഡ് ഡെയിലി സ്കെഡ്യൂൾ ഡോപ്പ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഡെയിലി സ്കെഡ്യൂളും ഈ മെൻറ്റേഴ്സ് പറയുന്ന ഉപദേശങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ all is well. എല്ലാം ശരിയാവും.